കണ്ണൂർ കളക്ടറേറ്റ് വളപ്പിൽ പോലീസും വിജിൻ എം.എൽ.എയും തമ്മിൽ വാക്കേറ്റം. നഴ്സസ് അസോസിയേഷൻ സമരത്തിനിടയിലാണ് തർക്കമുണ്ടായത്. പോലീസ് സുരേഷ് ഗോപി സ്റ്റൈൽ എടുക്കേണ്ട എന്ന് ടൗൺ എസ്.ഐയോട് എം.എൽ.എ പറഞ്ഞു. സജോ ദേവസ്വരങ്ങളുമായി. സജോ, എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി സ്റ്റൈൽ എടുക്കേണ്ട എന്ന് വിജിൻ, സാധാരണ വിജിൻ സൗമ്യനായി പെരുമാറുന്ന ആളാണ്, എന്തുകൊണ്ടാണ് വിജിനെ പോലും അത് പ്രകോപിപ്പിക്കുന്നത്? സജോ. ഹാഷ്മി, കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ കലക്ടറേറ്റ് മാർച്ച് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്ന ഒരു സമര പരിപാടിയാണ്. കല്യാശ്ശേരി എം.എൽ.എ എം വിജിൻ ആയിരുന്നു ഉദ്ഘാടകൻ. മാർച്ച് പക്ഷേ കലക്ടറേറ്റിന് മുന്നിൽ എത്തിയപ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ല. ഗേറ്റിൽ സാധാരണഗതിയിൽ തടയുന്നതിന്റെ ഭാഗമായി പോലീസ് ഉണ്ടാവേണ്ടതാണ്. പിങ്ക് പോലീസിനെയായിരുന്നു നിയോഗിച്ചിരുന്നത്. അവർക്ക് പക്ഷേ ആ സമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞില്ല. ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ടതുകൊണ്ടാണ് എന്നാണ് പിന്നീട് അവർ വിശദീകരിച്ചത്. സമരക്കാർ നേരെ കലക്ടറേറ്റ് വളപ്പിലേക്ക് കയറി അവിടെ പരിപാടി തുടങ്ങി. പിന്നീടാണ് എം.എൽ.എ എത്തിയത്. ഉദ്ഘാടകനായി എത്തിയ വേളയിൽ തന്നെ എം.എൽ.എ കലക്ടറേറ്റിനകത്തല്ലോ, സാധാരണഗതിയിൽ പുറത്തല്ലേ സമരപരിപാടി നടത്തുക എന്ന് അവരോട് ആരാഞ്ഞിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ പോലീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അകത്തേക്ക് വന്നു പരിപാടി നടത്തുന്നു എന്ന് സമരക്കാർ അറിയിച്ചു. പിന്നീട് എം.എൽ.എ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കലക്ടറേറ്റ് വളപ്പിലാണ് സമരം നടക്കുന്നത് എന്ന് അറിയിച്ചതിന് പിന്നാലെ ടൗൺ എസ്.ഐയും പോലീസ് സംഘവും സ്ഥലത്തേക്ക് എത്തി. പിന്നാലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ വന്ന് എം.എൽ.എയോട് കേസെടുക്കാനാണ്. ഒരു മിനിറ്റ് സജോ, ആ ദൃശ്യം ഒന്ന് അറിഞ്ഞാൽ പ്രേക്ഷകർക്ക് എന്താണെന്ന് വ്യക്തം. നിങ്ങൾ അവിടെ പോലീസ് നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണ്. നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണിത്. ഇത് നിങ്ങൾ ഇവിടെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. എന്തുകൊണ്ട് ഈ സമര കളക്ടറേറ്റിനകത്തേക്ക് കയറി? നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണ്. എസ് ഐ എന്ന രീതിയിൽ നിങ്ങളുടെ വീഴ്ചയാണ്. സബ് ഇൻസ്പെക്ടർ എന്നതിൽ നിങ്ങളുടെ വീഴ്ചയാണ്. നേരത്തെ നോട്ടീസ് കൊടുത്തു. പിന്നെ ഈ സമരത്തിനടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേരെന്താ? ഇതാണോ പോലീസിന്റെ രീതി? നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെല്ലാവരും ഉണ്ട്. എത്ര സമരം നടത്താറുണ്ട്? നിങ്ങളുടെ വീഴ്ചയാണ്. സമരം തടയണം. തടയണ്ടേ? നിങ്ങളെ ഗേറ്റിന്റെ അടുത്ത് സമരം നമ്മുടെ ഗവൺമെന്റ് പോലെ പോലീസ് മനസ്സിലായില്ലേ? ആ ഡ്യൂട്ടിയിൽ സജോ, പ്രശ്നം എന്താണ്? സജോ, എന്താണ് പ്രശ്നം? ഹാഷ്മി, ഈ സമരം കലക്ടറേറ്റ് വളപ്പിൽ നടക്കുന്നു. ആ ഘട്ടത്തിൽ പോലീസ് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് പിങ്ക് പോലീസാണ് ആദ്യം അവിടെ എത്തിയത്. പിന്നാലെ ടൗൺ എസ്.ഐയും പോലീസ് സംഘവും എത്തുന്നു. ഇതിനിടെ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ എം.എൽ.എ തിരിച്ചറിഞ്ഞില്ല. കേസെടുക്കാനായി പേര് പറയണം എന്ന് എം.എൽ.എയോട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് എം.എൽ.എ പ്രകോപിതനായി. പിന്നാലെ എസ്.ഐയും വന്നു. എസ്.ഐയും ഇപ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ കേസെടുക്കും എന്ന് എസ്.ഐയുടെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായി. ഇതോടെയാണ് എം.എൽ.എ കൂടുതൽ പ്രകോപിതനായത്. പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കുന്നതിന് വേണ്ടി സമരക്കാരോടും എം.എൽ.എ തന്നോടും പ്രോട്ടോകോൾ അടക്കം മറന്ന് വളരെ മോശമായി പെരുമാറി. സുരേഷ് ഗോപി സ്റ്റൈലിൽ വളരെ മോശമായി പെരുമാറി. പുറത്തേക്ക് പോകാം എന്ന് പോലീസ് വന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ സമരം പുറത്തേക്ക് മാറ്റാം എന്ന് പ്രതികരിച്ചതാണ്. പക്ഷെ അതിനുശേഷവും വളരെ മോശമായ പ്രതികരണം ഉണ്ടാക്കുകയും രംഗം വഷളാക്കുകയും ചെയ്തത് പോലീസാണ്. സാധാരണഗതിയിൽ സമരം മുൻകൂട്ടി അറിയിച്ച് നോട്ടീസ് നൽകി നടത്തിയ ഒരു സമരമാണ്. ആ സമരം ഗേറ്റിൽ തടയേണ്ടത്, ആ ഘട്ടത്തിൽ അവിടെ പോലീസ് ഉണ്ടാകേണ്ടത് ഉദ്യോഗസ്ഥർ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുണ്ടായില്ല. സമരക്കാർ അറിയാതെ അകത്തേക്ക് പ്രവേശിച്ചു. അത് താൻ അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. പിന്നീട് പോലീസ് വന്നപ്പോഴും മാറാം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ പിന്നീട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കേസെടുക്കുമെന്ന് ആവശ്യപ്പെടുകയും മറ്റൊരു വനിതാ ഉദ്യോഗസ്ഥ വേഗത്തിൽ വന്ന് എം.എൽ.എ തിരിച്ചറിയാതെ അദ്ദേഹത്തോട് പേര് ചോദിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് പ്രോട്ടോകോൾ മര്യാദ പാലിക്കാതെ എം.എൽ.എ തിരിച്ചറിയാതെ പേര് ചോദിച്ചോ? അതുകൊള്ളാം. എം.എൽ.എ ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എം വിജിനോട് കയർക്കുന്നത് എം.എൽ.എ തിരിച്ചറിയാതെയാണോ സജോ? ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചിരുന്ന ഉദ്യോഗസ്ഥർ വൈകിയാണ് എത്തിയത്. തൊട്ട് പിന്നാലെ ഈ രംഗം കൈവിട്ടു എന്ന് കണ്ടതിന് പിന്നാലെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക്, അവർ CPO ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് എം.എൽ.എ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം. ടൗൺ എസ്.ഐ അല്ല. പക്ഷെ പിന്നീട് എസ്.ഐ സ്ഥലത്ത് വന്നപ്പോഴും ആദ്യഘട്ടത്തിൽ സമരക്കാർ പുറത്തേക്ക് സമരം മാറ്റാം എന്നാവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം അവിടെ പക്ഷേ ഒരു ഷോ കാണിക്കുകയാണ് ചെയ്തത് എന്നാണ് എം.എൽ.എയുടെ വാദം. എസ്.ഐയോട് കയർക്കുന്നത് എസ്.ഐക്കാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് അതിന് മേൽനോട്ടം വഹിക്കേണ്ടത്. വനിതാ ഉദ്യോഗസ്ഥയോട് കയർക്കാൻ പോയില്ല, പകരം എസ്.ഐയോട് കയർത്തു എന്നതാണ് അതിലെ ഒരു കാര്യമായി കാണേണ്ടത്. തിരിച്ചറിയാതിരുന്നത് എസ്.ഐ അല്ല, മറിച്ച് മറ്റൊരു വനിതാ ഉദ്യോഗസ്ഥയാണ്. വനിതാ ഉദ്യോഗസ്ഥയാണ് വളരെ വേഗത്തിൽ വീഴ്ച മനസ്സിലാക്കിയതിന് പിന്നാലെ വേഗത്തിൽ പോയി കേസെടുക്കാൻ പേര് പറയണം എന്ന് ആവശ്യപ്പെട്ടത്. എം.എൽ.എ ഒക്കെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു എസ്.ഐക്കൊക്കെ പറ്റേണ്ടതാണ്. പിന്നെ എല്ലാവരും തിരിച്ചറിയണമെന്നില്ലെങ്കിൽ കൂടി എം.എൽ.എ ആണ്. എം.എൽ.എ ഒക്കെ തിരിച്ചറിയാൻ പറ്റേണ്ടതാണ്. പോലീസ് ഫോഴ്സിലുള്ളവരാണ്.
അപ്പോൾ അത് എം വിജയനെ രോഷാകുലനാകുന്നു. അതുമാത്രമല്ല, അങ്ങനെ വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേര് ചോദിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും അത് തർക്കമായി. സുരേഷ് ഗോപി സ്റ്റൈൽ എടുക്കണ്ട എന്നൊക്കെ പോലീസിനോട് ഒരു MLA തന്നെ പറയുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു.